ഹലോ ഗൈസ്, അഫാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ബീഫിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബീഫ് വറ്റിച്ചത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കാം. ബീഫ് ഇതുപോലെ ഉണ്ടാക്കിയവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. രുചിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സവാളയാണ്. ഒരു 3 സവാള നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ഇങ്ങനെ നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലിയ പീസ് ഇഞ്ചിയും 15ഓളം വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. അത് നല്ലോണം തിരുമ്മിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട്. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ് വേണ്ടത്. അതും 2.5-3 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബീഫിലൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെ കൈ കൊണ്ട് ചെയ്യണം. സ്പൂണൊന്നും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ ആ ഒരു ബീഫിന് മസാല പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഒരു അരമണിക്കൂറോളം അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ഗ്രാമ്പൂ, അതുപോലെ 2 കഷ്ണം പട്ട, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഞാൻ ഈ ബീഫിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഉള്ളി എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയമെല്ലാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ ഈ ബീഫും ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളിയാണ്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാല എല്ലാം അതിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ചു വരും. ഇതിങ്ങനെ തന്നെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടാകുമ്പോൾ വറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുപോലെ ചിലപ്പം ബീഫ് വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്ര മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അത് അവിടുന്ന് വെന്ത് വരുന്നപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അത് നിങ്ങളെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ, 2 ടീസ്പൂൺ വരെ
ആവാം. എരിവിന് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും നല്ലോണം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, അതായത് ബീഫിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഒരുപാട് ഉപ്പ് വേണ്ട. ഈ ഒരു സവാള വഴന്ന് വരാൻ മാത്രമുള്ള ഒരു ഉപ്പ് ഇട്ട് ഇത് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളെ ബീഫ് ഏകദേശം സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫെല്ലാം വെന്ത് നല്ല മണമെല്ലാം വരുന്നുണ്ട് കേട്ടോ ഗൈസ്, നല്ല മണമുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സവാളയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഈ ബീഫെല്ലാം ഇതിലേക്ക് കോരി ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ ബീഫ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. സാധാരണ നമ്മളെ വീട്ടിലുള്ള സവാള, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ എന്തായാലും നമ്മളെ വീട്ടിൽ കാണും. അത്രയും ഐറ്റംസ് മാത്രമേ ഇതിനാവശ്യം വരുന്നുള്ളൂ. അതുപോലെ സോസ് അങ്ങനത്തെ ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളി സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് കുരുമുളക് പൊടിയും കറിവേപ്പില ഇടുമ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണയിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതെന്നോട് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. എന്നാലും ഇത് അടച്ചു വെച്ചപ്പോൾ നന്നായിട്ട് ഇതിൽ പിന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയാണ്. അതും കൂടെ നമുക്ക് അരിഞ്ഞിട്ടിട്ട് കൊടുക്കണം. എന്തായാലും ഇത് സൂപ്പർ ബീഫ് വറ്റിച്ചതാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കാം. പിന്നെ ഇത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ വേറെ സ്റ്റൈലൊക്കെ ഉണ്ടാക്കുമായിരിക്കും, എന്നാൽ ഇത് എൻ്റെ സ്റ്റൈലിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.